ഈ വീഡിയോ ഒരു ഫർണിച്ചർ മാർട്ടിൻ്റെ ഭംഗി കണ്ട് അതിൻ്റെ ഡിസ്പ്ലേയിലുള്ള സാധനങ്ങളുടെ തനിമയും പാരമ്പര്യവും കണ്ട് ഞാൻ കാണാൻ കയറിയതാണ്. കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള എൻ്റെ യാത്രയ്ക്കിടെ നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നെല്ലിക്കുഴി ഫർണിച്ചർ മാർട്ടിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ കേരളത്തിലെ ഫർണിച്ചർ വ്യവസായ കേന്ദ്രമാണ് നെല്ലിക്കുഴി. അവിടെ ഒരു ഷോപ്പ്, വളരെ വ്യത്യസ്തമായൊരു ഷോപ്പ്, ധാരാളം ഷോപ്പുകളുണ്ടെങ്കിലും ഒരു വ്യത്യസ്തതയുള്ള ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള ചില പീസുകൾ, അതിൻ്റെ കാർവിങ്സ് ഒക്കെ വളരെ മനോഹരമായിരിക്കുന്നു. അങ്ങനെ ഞാൻ ആ കട ഉടമയെ പരിചയപ്പെട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കട ഉടമയെ തന്നെ നേരിട്ട് കാണാം. സാറിൻ്റെ പേരെങ്ങനെയാണ്? ഉണ്ണി. എന്റെ കടയുടെ പേര് തന്നെ ഉണ്ണി പ്രവാസി എന്നാണ്. പ്രവാസിയാണോ? പ്രവാസിയായിരുന്നു. 4-5 വർഷം പ്രവാസി ചെയ്തായിരുന്നു. ഞാനിത് ഷോപ്പ് തുടങ്ങിയിട്ട് 2005 തുടങ്ങിയതാണ്. 20 വർഷമായി തുടങ്ങിയിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഫർണിച്ചറൊക്കെ നല്ല രീതിയിൽ പണിത് നമുക്ക് എല്ലാവരും കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അതായത് ഇതിന്റെ ഒരു ലെയ്ത്ത് വർക്കുകൾ, പോളിഷിങ്, ഫിനിഷിങ് ഒക്കെ നല്ല ഏറ്റവും നല്ല കൂട്ടി മാറ്റ് ഫിനിഷിംഗ് നമ്മൾ ചെയ്തിരിക്കണേ. അതിൽ അപ്പുറച്ചവർക്കായാലും നല്ല ഡെൻസിറ്റി കൂടി ഫോം 40-32 അങ്ങനെയുള്ള ഡെൻസിറ്റി ഫോമുകളും ഏറ്റവും കൂടി ക്ലോത്ത് അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങി നമ്മളൊക്കെ. ഇത് ഈ പീസിന്റെ, അതായത് ഞാൻ ഈ പുറകിൽ കാണുന്ന ഈ ക്രിസ്ത്യൻ ഇത് ഐഡൽസ് ആണല്ലോ, ഇതിന്റെ ഒരു അത് ഒരു കൊത്തി തരുന്നത്. അത് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാതെ ഹാൻഡ് മെയ്ഡ് ആണത്. കൈ കൊണ്ട് കൊത്തി തരുന്നതാണ്. അത് 45,000 രൂപയാണ്. 45,000 രൂപയാണ് അതിന്റെ വില. ഇതോ ഈ അശ്വമേധം അതുപോലെ തന്നെ 45 രൂപ. 45,000 രൂപ. കൃഷ്ണന്റെതോ? കൃഷ്ണന്റെ അത് നമ്മള് കടയിൽ വെച്ചാൽ നിങ്ങളുടെ സ്വന്തമാണ്. നമ്മുടെ ഫർണിച്ചറൊക്കെ ഏറ്റവും നല്ല മോഡല്, നല്ല കൂടിയ. ഈ തടിക്ക് ഇത് എന്ത് പോളിഷാണ് ഇതിന്റെ മേളിൽ? മാറ്റ് ഫിനിഷിംഗ്. അപ്പൊ ഈ തടിയുടെ ലഭ്യതയൊക്കെ എങ്ങനെയാണ്? തടി നമുക്ക് ലേലം ചെയ്യുന്ന തടികളുണ്ട്. പിന്നെ ഗവൺമെന്റ് തടികളാണ്, ഗവൺമെന്റ് ഡിപ്പോയിൽ നിന്നാണ്. ഡിപ്പോ തടികളുണ്ട്. അല്ലാണ്ടുള്ള തടികൾ നമ്മൾ കുടികൾ വെട്ടി മില്ലിൽ നിന്ന് കൊണ്ട് നമ്മൾ വാങ്ങുന്നുണ്ട്. തേക്കാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ തേക്കിലാണ് 90% ചെയ്യുന്നത്. ഇല്ല, തേക്കില് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ തേക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മഹാഗണിയിലും അക്കേഷ്യ എന്ന് പറഞ്ഞ മരത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ചാരുകസേര 5000 രൂപയാണ്. നല്ല തേക്ക് തടിയിൽ പണിത് നല്ല നമ്മുടെ ഹെറിറ്റേജ് ലുക്കുള്ള
നല്ലൊരു പീസ്. പൂജാരിക്കിരിക്കും. ഇത് പൂജാരിക്കിരിക്കാനുള്ള ഒന്നുകൂടെ ഇത് പൂജയ്ക്കിരിക്കാനുള്ള ഒരു തടുക്കാണ്. എന്ത് മെറ്റീരിയലാ? തേക്കിലാണ് ഇവിടെ എല്ലാ മെറ്റീരിയലും ഉള്ളത്. ഈ ടേബിൾ മാത്രം 35,000 രൂപ അല്ലേ? അതിൻ്റെ സെറ്റോടെ ആ ചെയർ ഉൾപ്പെടെ വരുമ്പോൾ 65 രൂപയാകും, 65,000 രൂപയാകും. ഒന്നുകൂടെ റോൾ ചെയ്ത് വിടുമോ? ഒന്നുകൂടെ റോൾ ചെയ്തേക്കും. ഇതൊരു റോളിംഗ് ചെയറാണല്ലേ? റോളിംഗ് മോഡലല്ലേ? റോളിംഗ് മോഡൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആടിക്കൊണ്ടിരിക്കാം. ഓക്കെ. ഇതിനെന്താ വില? 20,000 രൂപ. എങ്ങനെ? ശരി. ഇത് ഫർണിച്ചറിൻ്റെ AC ഷോറൂമാണ്. ഈ ഫർണിച്ചർ ഷോപ്പിലെ ഫർണിച്ചറിൻ്റെ AC ഷോറൂം. വെറൈറ്റി ഐറ്റങ്ങൾ കാണാം. ഇതിന് എന്ത് പേരാണ് പറയുന്നത്? എങ്ങനെ? റെക്ലൈനർ. ഒഫീഷ്യൽ പർപ്പസ് ആണോ? വീട്ടിലേക്കുള്ളതാണ്. റോയൽ മോഡൽ. സ്വിച്ച് ഉള്ളതാണ്. സ്വിച്ച് ഇടുമ്പോൾ ഒരു സെക്കൻഡ്. സ്വിച്ച് ഇടുമ്പോൾ ഇതിങ്ങനെ സ്മൂത്തായിട്ട് ഇത് ഉയർന്നു വരും. ചാരി കിടക്കാം. സ്വിച്ച് തിരിച്ച് വെച്ചിട്ട് ചെയറായിട്ടും യൂസ് ചെയ്യാം. ഫുൾ തേക്ക് കൊണ്ടാണ്. എന്താണ് ഇതിൻ്റെ വില? 30,000 രൂപയാണ്. ഇത് ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക് ഫിനിഷ് അല്ല. ഇതിന് മോട്ടറാണ്, ഇലക്ട്രിക് മോട്ടറാണ്. ഇതാണെങ്കിൽ സാധാ റിക്ലൈനർ. ഇത് അതുപോലെ പുഷ് ചെയ്യാൻ പറ്റുമോ? പറ്റും. മാനുവലാണ്. അതിൻ്റെ മാനുവൽ ലോക്ക് എവിടെ ഇരിക്കുന്നു? ഇത് മാനുവലാണ്. ഇത് സോഫയുടേതല്ലേ? ഇതൊരു യൂണിറ്റാണ്. നല്ല രസമുള്ളൊരു യൂണിറ്റ്. അതിനകത്ത് ഇതെന്താണ് സാധനം? അതിലെ ചൂരലാണ് പണിതിരിക്കുന്നത്. ചൂരലാണ് അതിൻ്റെ ചൂരൽ വരിച്ചിലുള്ള നമ്മുടെ ഒരു ഹെറിറ്റേജ് മോഡലാണിത്. ഈ ടീപ്പോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മോഡൽ സെറ്റ് ആരെങ്കിലും ഓർഡർ ചെയ്തിരിക്കുന്നതാണോ? ശരി. ഇതിനെന്താ വില വരുന്നത്? സെറ്റിന് 65,000 രൂപ. ടീപ്പോയ്ക്ക് മാത്രമാണെങ്കിൽ 20,000 രൂപ. ഇത് മറ്റൊരു പീസാണ് കേട്ടോ. നല്ല റോയൽ ലുക്ക്, നല്ല ഗ്രീനിഷ്. ഈ ഗ്രീനിന് എന്ത് പേരാ പറയുന്നത്? ഗ്രീനും കറുപ്പും കൂടെ ആണോ? ഇതൊരു യൂണിറ്റാണോ? അതെ, 2 യൂണിറ്റാണിത്. ശരി. ഇതൊരു അടിപൊളി പീസല്ലേ? ഇൻറ്റീരിയർ ഡെക്കറേഷന് പറ്റിയ പീസുകൾ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. മിക്ക ഷോപ്പിലും ഉണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക വെറൈറ്റി ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം, നന്നായിരിക്കുന്നു. നല്ല ഡിസൈൻസ്. അതുപോലെ ഈ ചെയറിൻ്റെ ബാക്കിലെ ഡിസൈൻ കണ്ടോ? ടിപ്പിക്കൽ ഡിസൈൻ. ഇത് മലേഷ്യൻ പീസാണ്. ഇത് വരുത്തിയതാണോ? ഇമ്പോർട്ട് ചെയ്തതാണോ? എന്താ ഇതിൻ്റെ വില വരുന്നത്? 110 വരും. അതിൻ്റെ വുഡ് വർക്കും എല്ലാം. എന്ത് വുഡാണ്? മലേഷ്യൻ വുഡാണ്. മലേഷ്യൻ വുഡിൽ നല്ലൊരു പീസാണ് കേട്ടോ. ഇതിന് 1,10,000 രൂപയാണ് പറയുന്ന വില. ഇത് നമ്മുടേത് തന്നെ. അത് നമ്മളവിടെ കണ്ടതല്ലേ?
പീസ് ഇന്തോനേഷ്യ. ഇതൊരു പീസ് ഇന്തോനേഷ്യനാണ്. അവിടുത്തെ വുഡും അവിടുത്തെ വർക്കും അവിടുത്തെ തേക്കും. അവിടെ നിന്നുള്ള ഡിസൈൻസും. ഗ്ലാസ് വയ്ക്കാൻ സൗകര്യമുണ്ട്. പ്ലെയിൻ ഗ്ലാസ് വരും. ഇതിൽ പ്ലെയിൻ ഗ്ലാസ് വരും. ഡിസൈൻസ് അപ്പോൾ തെളിഞ്ഞ് കാണാം. ഈ ഡിസൈൻ 4-6 ഡിസൈൻ ഇതിലുണ്ട്. 2-4-6 ഡിസൈൻ ഉണ്ട്. അതുപോലെ ഈ ഡിസൈൻ 2 എണ്ണം ഉണ്ട്. ഫർണിച്ചറിനും അതേ ഫർണിച്ചറിൻ്റെ ഡിസൈൻ ഇതാണ്. ചെയറിൻ്റെ ഡിസൈൻ ഇതാണ്. ഈ നെല്ലിക്കുഴി പെരുമ്പാവൂരിൽ ഇത്ര ഇത് പ്രശസ്തമായത് എങ്ങനെയാണ് ഈ ഫർണിച്ചർ വ്യാപാരം? ഇവിടെ ആദ്യം പോലെ കുറെ മില്ലുകളൊക്കെ കൂടുതലുണ്ടാകും. തടികളുടെ വരവൊക്കെ ഇവിടെ നെല്ലിക്കുഴി സംബന്ധിച്ചത് തടികളൊക്കെ കൂടെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ രീതിയിലൊരു ഫർണിച്ചർ ഇവിടെ തുടങ്ങി ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ചെറുത് പണിതിട്ടുള്ള അപ്പോൾ തന്നെ ആൾക്കാർ പുറത്തു വന്നു തുടങ്ങിയത്. ഈ റോഡിന്റെ പ്രത്യേകിച്ച് ഇതിപ്പോ എറണാകുളം, മൂന്നാർ രാജപാതയാണ്. പിന്നെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് കണ്ട് നോക്കുകയും ചെയ്യും. എൻക്വയറി ഡിമാൻഡിനനുസരിച്ച് തന്നെയാണ് ഈ ഏരിയ ഡിമാൻഡായി ഇവിടെ. സാധനം എന്ത് പറഞ്ഞാലും ആൾക്കാരത് പുതിയ മോഡലൊക്കെ കാണുമ്പോൾ ആൾക്കാരൊന്ന് ചോദിക്കൽ തുടങ്ങി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കടകളൊക്കെ. ഈ സെറ്റ് 65,000 രൂപയാണ് ഇതിന്റെ വില. ഇത് ലാസ്റ്റ് സപ്പറിന്റെ കളർ ഉള്ള വർക്കാണ്. ഇതിനെന്താ വില വരുന്നത്? 50,000 രൂപയാണ് ഇതിൻ്റെ വില. നല്ല ഒറിജിനൽ ലുക്കുള്ള നല്ലൊരു വർക്ക്. ഹാൻഡ് മെയ്ഡാണ്. ഇതിൻ്റെ ശില്പി ആര്? ഷാജു എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇതിൻ്റെ ശില്പി. കൊള്ളാം, എങ്ങനെ ഉണ്ട്? നല്ലതല്ലേ? ഒറിജിനൽ വരച്ചതുപോലെ തന്നെ ഉണ്ട്. ഇത് കൈകൊണ്ട് പണിതെടുത്തതാണ്. കൈകൊണ്ട് പണിതാണ്. ഇതിനകത്ത് ഇലക്ട്രിക് മെഷീൻസ് ഒക്കെ അപ്ലൈ ചെയ്തല്ലേ ഇതിൽ കുത്തിയെടുക്കും. കൈകൊണ്ട് ഇതാ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ പേര് കിടക്കുന്ന കൃഷ്ണലീല. കൈകൊണ്ട് ചെയ്ത കൊത്തുപണിയാണ്. വഴിയൊക്കെ നല്ല അസലായി. അതിലുണ്ട് മാൻപേടകളുണ്ട്. കൃഷ്ണലീലയാണ്. ഇത് ലാസ്റ്റ് സപ്പറിൻ്റെ വലിയ പീസാണ്. കളറല്ല. ഇത് ഇത് തേക്ക് തടിയിൽ നിർമ്മിച്ചതാണ്. കൈകൊണ്ട് കൊത്തുന്നതാണ്. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇതിനെന്താ വില വരുന്നത്? 85,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിന് നല്ല ഡിമാൻഡുണ്ട്. ലാസ്റ്റ് സപ്പറിൻ്റെ വലിയ മോഡലാണിത്.
സിൽവർ പോളിഷാണോ? PU polish. PU പോളിഷ്. ഒരു ഏറ്റവും കൂടിയ പോളിഷിങ് കോട്ടിങ് കൊടുത്തിട്ടുള്ള PU പോളിഷിങ് ചെയ്തിട്ടുള്ള ഒരു ഊഞ്ഞാലാണിത്. ഇത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമാണ്. നമുക്ക് ലിവിങ് റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഡോറിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പീസാണ്. കുഞ്ഞുങ്ങൾക്കുള്ളതാണോ? അല്ല, ഓ, ചെയർ കം ഏണിയാണ്. കണ്ടോ, കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിനെന്താ വില വരുന്നത്? 7,000 രൂപ. അടിപൊളി കേട്ടോ. ഒന്ന് കയറി കാണിക്കൂ. ചേട്ടൻ ഇതിലൊന്ന് കയറുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ കയറി പോവാം. ഇതൊരു ചെയറാണ്. മേളിൽ ഇത്രയും കൈയെത്തും. ഓക്കെ. തിരിച്ച് ചെയറായിട്ട് ഉപയോഗിക്കാം. ഇതിനുള്ള ജോലിക്കാരുടെ ലഭ്യത എങ്ങനെയാണ്? ജോലിക്കാര് മലയാളീസ് കൂടുതലുണ്ട്, നമ്മുടെ നാട്ടുകാരെ കൂടുതലുണ്ട്. പിന്നെ പുറത്തുള്ളത് ആദ്യം UP. ടെക്നിക്കലി സ്കിൽഡ് ആരാണ്? ടെക്നിക്കലി നമ്മുടെ മലയാളികളെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഈ കൊത്തുപണികൾ അങ്ങനെയുള്ള പരിപാടി, കട്ടിങ് അങ്ങനെയുള്ള പരിപാടികളാണ് കൂടുതൽ പോളിഷ്. ഇതിന്റെ വർക്കേഴ്സിന്റെ UP-കാരും ബംഗാളികളൊക്കെയാണ്. അവരാണ് അതിന്റെ എക്സ്പെർട്ട്. അതിന്റെ എക്സ്പെർട്ട് അവരാണ്. അപ്പോൾ ഇത് കട്ടിലിൻ്റെ സെറ്റ്. ഇതിന് തലയുടെ ഭാഗത്തൊക്കെ നല്ല അധികം വർക്കില്ലെങ്കിലും സിമ്പിളാണെങ്കിലും നല്ല ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പീസാണ്. ഇതിനെന്താ വില വരുന്നത്? കട്ടിലിന് മാത്രം 60,000 രൂപയും. ഡിപ്പോത്തേക്ക്. അതുപോലെ അതിന് പിറകിലുള്ള സെപ്പറേറ്റ് യൂണിറ്റ് ആണല്ലേ? മാട്രസ് ഒഴികെ ബാക്കി യൂണിറ്റിന് എത്ര? 60,000 രൂപ. ഇത് മറ്റൊരു വെറൈറ്റി. ഇത് നമ്മുടെ ഇന്ത്യൻ ആണോ? ഡിപ്പോത്തേക്കിൻ്റെ എല്ലാ ഡിസൈനും ആണോ? നല്ല ഡിസൈനുള്ള കോർണർ സ്റ്റാൻഡ് പോലെയൊക്കെ ഇരിക്കുന്ന നല്ല കോർണറൊക്കെ ഉള്ള വീടിനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന സോഫ. ലൈഫ് പാർട്ടിയുടെ സാധനം നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ പുറത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞ മാഡം പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കുണ്ട്, കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ, അങ്ങോട്ട് സൈഡിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട്, ബാംഗ്ലൂര് എക്സ്പോർട്ട് ഉണ്ടോ? എക്സ്പോർട്ട് ഉണ്ട്. തിരുവനന്തപുരം, ബാംഗ്ലൂർ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പൂനെ, അവിടെ നിന്നൊക്കെ ഉണ്ടാറുണ്ട്. ആണല്ലേ ഇത്? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷാംപൂ വാഷിംഗ് പറ്റുന്ന ക്ലോത്താണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള. ഇതിൽ കൊടുത്തിരിക്കുന്ന കവറിങ്. ഇത് മറ്റൊരു പീസ്. അതും കൊള്ളാം. സിമ്പിളാണെങ്കിലും നല്ല എലഗൻ ലുക്ക്. ഇത് നല്ല പോളിഷിംഗ് ഉണ്ടല്ലോ, അതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? PU കോട്ടിംഗ് ആണ്. നല്ല സിമ്പിളാണ്, പക്ഷേ വളരെ നല്ല എലഗൻ ലുക്കുള്ള നല്ലൊരു പീസ്. ഇതാ ഇന്റീരിയർ ഡെക്കറേഷന് വളരെ ഭംഗിയുള്ള ഒരു പീസ്. ഇതാ റോയൽ ടൈപ്പ് ഒരെണ്ണം. കൊള്ളില്ലേ? നല്ല രസമില്ലേ ഇത് കാണാൻ? ആരും മോഹിച്ചു പോകുന്ന നല്ല വെറൈറ്റി ഇൻറ്റീരിയർ ഡിസൈനോടുകൂടി അദ്ദേഹത്തിൻ്റെ കടയിൽ നല്ല സ്റ്റോക്കുണ്ട്. ആർക്കും സമീപിക്കാം. താല്പര്യമുള്ള രീതിക്ക് ഇത് തയ്യാറാക്കി തരും. ഇറക്കുമതി വേണമെങ്കിൽ അതും ചെയ്തു തരും. എക്സ്പോർട്ട് ഇമ്പോർട്ട് സെയിൽസ് ഉണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലോ ഡെക്കറേഷൻ ഐറ്റത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പീസസ് നമുക്ക് ഈ ഷോപ്പിൽ കാണാം.
ഒന്നുകൂടെ പറയും. ഷിപ്പ് ആ ഷിപ്പ് ഒറ്റ തടിയിൽ കൊത്തി വെച്ചേക്കണേണ്. ആ, ഒറ്റ തടിയിൽ കൊത്തിയ ഷിപ്പിന്റെ മോഡലാണ്. ഒറ്റ തടി റോൾ എടുത്തിട്ട്. അത് ശരി. അങ്ങനെ കുറെ ഐറ്റം ഉണ്ടാവും. അത് ഈട്ടി തന്നെ? ഇല്ല, അത് മഹാഗണി. മഹാഗണിയിലാണ്. ആ ഒരു പീസിന് മാത്രം എന്ത് വില വരും? അത് 25,000. 25,000 ആവും. ആ യൂണിറ്റ് മൊത്തം ആണെങ്കിലാണ് 40,000 രൂപ. ഈ കുടമൊക്കെ ആർട്ടിഫിഷ്യലാണോ അതേ വുഡിലാണോ? അല്ല, അത് മൺകുട. 2 പീസിരിക്കുന്ന വുഡ് തന്നെ, 2 പീസാണ് ആർട്ടിഫിഷ്യൽ. അത് ശരി. 2 പീസ് ആർട്ടിഫിഷ്യലും 2 പീസ്. അത് ശരി. ഇത് മലേഷ്യൻ ഇമ്പോർട്ടഡ് ഐറ്റമാണ് ഈ ഫ്ലവർ സ്റ്റാൻഡ്.